ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ വളരെ റീസെൻ്റ്ലിയാണ് ഞാൻ ഇത്രയും ചേഞ്ചുകൾ എൻ്റെ ലൈഫിൽ ഗ്രാജുവലി വന്നതാണ്. കാരണം വെച്ചാൽ നമ്മളെ വർഷങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടാവുന്നു, അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ നമ്മുടെ ലൈഫിൽ ഓരോ ഉത്തരവാദിത്തങ്ങൾ വരുന്നതനുസരിച്ച് നമ്മളെ മറന്ന് ജീവിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെയായിരുന്നു. ഒരു സാധാരണ ഒരു മലയാളി വീട്ടമ്മയായിരുന്നു ഞാൻ. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് പഠിച്ച് ജോലി കിട്ടണം, ഒത്തിരി പൈസ വേണം, ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ ചിന്തകളെല്ലാം മാറിപ്പോവും. എൻ്റെ അങ്ങനെ തന്നെയായിരുന്നു. ഞാനും ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോഴത്തേന് ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ നേടിയെന്നുള്ള നിലയ്ക്ക് ഡെഫിനറ്റ്ലി അത് വലിയ കാര്യം തന്നെയാണ്, അല്ലെന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ച്വലി അത് നമ്മുടെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമേ ആവുന്നുള്ളൂ. അപ്പം ഈ മക്കളുണ്ടാകുക, അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ ചെയ്യുക, അല്ലെ ഹസ്ബൻഡിന് വേണ്ടി വളരെ നല്ല ഒരു സ്ത്രീ അമ്മയെ വൈഫായിട്ടിരിക്കുക, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അതെന്തോ വലിയൊരു അത് മാത്രമേ ഉള്ളൂ എനിക്ക് ചെയ്യാനെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഓരോ ദിവസവും കുറേ വർഷങ്ങൾ ഞാൻ അങ്ങനെ ജീവിച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി, ഓവർ ദ ഇയേഴ്സ് മക്കളൊക്കെ വലുതാവുന്നു. അവർ നമ്മൾ കുഞ്ഞിലേ ആയിരിക്കുമ്പോൾ ഓർക്കുന്നു നമ്മളാണ് അവർക്കെല്ലാം, അല്ലേ? കുറേ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു, അവരെ നമുക്ക് ഉമ്മ തരുന്നു, നമ്മുടെ കൂടെ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ അവർ വരുന്നു. അപ്പം നമ്മളും അങ്ങ് ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അഹങ്കാരം, ഞാനാണ് ഏറ്റവും നല്ല അമ്മയെന്നുള്ള നിലയ്ക്കുള്ള ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് എപ്പോഴും നമുക്ക്. നമ്മുടെ മക്കൾക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് ആ ഒരു രീതി നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ അപ്രിസിയേഷൻ തരുമ്പോഴേ നമ്മളങ്ങ് ഭയങ്കര എന്താ പറയുക സന്തോഷത്തിലാവും. കാരണം ഞാൻ ചെയ്യുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പം എൻ്റെ ലൈഫിൽ മുഴുവനും ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ജോലി ചെയ്യാൻ ആഗ്രഹത്തിന് കയറും, പക്ഷെ പിന്നെയും മക്കളെ നോക്കാൻ ആരും ഇല്ലെന്ന് വെച്ചിട്ട് നമ്മൾ ആ ജോലി വേണ്ടെന്നാക്കിയിട്ട് നമ്മൾ പിന്നെയും വീട്ടിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഒത്തിരി വർഷം കഴിഞ്ഞ് ഒരു 42 ആ ഒരു ടൈം ആയപ്പോഴത്തേനും, ഞാനിപ്പോൾ ലേറ്റ് 40s ആണ്. അപ്പോൾ 42 ഒക്കെ ആയപ്പോഴത്തേന് 41 42 ഒക്കെ ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബോധം എങ്ങനെയോ വരാൻ തുടങ്ങി. കാരണം ഞാൻ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്, എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ ചെയ്യാൻ. കാരണം നമ്മുടെ ഒരു പ്രസൻസും നമ്മുടെ ഒരു റിക്വയർമെൻറ്റ്സ്, അതായത് മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ടുള്ള ആവശ്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. പിള്ളേർ വലുതാകുമ്പോൾ അവർ തന്നെ അവരുടെ പല കാര്യങ്ങളും ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിക്കുമല്ലോ. പിന്നെ ഇപ്പം എനിക്ക് എന്താ ചെയ്യാനുള്ളത്, അതാണ് ഞാൻ ആലോചിച്ചത്. അപ്പം എനിക്ക് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും പിന്നെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഇത് ഞാൻ യങ് മദേഴ്സിനോടും കൂടെയാണ് പറയുന്നത്. യങ് മദേഴ്സും ഒരു 40s ഇരിക്കുന്ന മദേഴ്സിനോടും ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ജീവിക്കുന്ന അമ്മമാരോടുമാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ആകെ ഒരു ജോലി ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ചിന്തിച്ചിരിക്കരുത്. അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും നിങ്ങൾ ആ ഒരു ചിന്ത മാറ്റണം. കാരണം നാളെ പിന്നെ അപ്പം ഞാനത് ചിന്തിക്കാനെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ മൂത്ത മോൻ എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്നാലും ഒരു ജോലി ചെയ്ത് പൊക്കൂടെ? കാരണം അമ്മയ്ക്ക് ഒരുപാട് ഫ്രീ ടൈം ആയി തുടങ്ങിയല്ലോ, അമ്മ എല്ലാ കാര്യത്തിനും എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞത് ആദ്യം കേട്ടപ്പോൾ ഞാൻ ഒരുപാട് കരയുകയും വിഷമിക്കുകയും ചെയ്തു. അവൻ എന്തുകൊണ്ട് എന്നോട് അങ്ങനെ ചോദിച്ചു? ഞാനല്ലേ അവനെ ഇത്രയും വരെ കൊണ്ടെത്തിച്ചത്. പക്ഷേ അത് അവൻ്റെ തെറ്റല്ല. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കും റിയലൈസേഷൻ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളെ അവർ മനസ്സിലാക്കി തരുമോ, നമുക്കും കുറച്ച് ലൈഫുണ്ട്, നിങ്ങൾ പോയി എൻജോയ് ചെയ്തു, എനിക്ക് വേണ്ടി എൻജോയ്മെൻ്റ് ഒന്നും വേണ്ടെന്ന് വെക്കണ്ട. പക്ഷെ ഞാനപ്പോൾ ഓൾറെഡി അത്രയും ടൈം കഴിഞ്ഞുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ എനിക്ക് ഇളയ 2 മക്കളോടുണ്ട്, എനിക്ക് 3 മക്കളാണ് ഉള്ളത്. അപ്പം എന്നിട്ട് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പെതുക്കെ ഇങ്ങനെ പിന്നെയും സ്ലോ ആയിട്ട് തന്നെ പോയി. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, അതായത് ഞാൻ വർഷങ്ങളോളം എൻ്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, എൻ്റെ ടാലൻസ്, ഞാൻ ഡ്രീം ചെയ്ത കാര്യങ്ങൾ, ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. ഏകദേശം ഒരു 15 വർഷത്തോളം അല്ലെ 18 വർഷത്തോളം ഞാൻ അങ്ങനെ കളഞ്ഞു. അത് കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ലൈഫ് അത്രയും തീർന്നല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഒരു തിങ്കിങ് എൻ്റെ മനസ്സിലോട്ട് വന്നപ്പോൾ മുതൽ ഞാൻ കുറച്ച് സെൽഫിഷ് ആകാൻ തുടങ്ങി. കാരണം ഓക്കെ, എനിക്കിത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ചെയ്തു എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു ചിന്തയിലേക്ക് ഞാൻ വരാൻ തുടങ്ങി. പക്ഷേ ദാറ്റ് വാസ് ഓക്കെ. ഞാനങ്ങനെ കുറച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഓക്കെ, അമ്മയ്ക്ക് അമ്മയുടെ ഒരു ലൈഫുണ്ട്, അമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് അമ്മ ചെയ്യട്ടെ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യം അതാണ്, അമ്മ ചെയ്തു. ഈവൻ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും
ഞാൻ ഭയങ്കര ഒരു തുണിപ്പിരാന്തുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം റീസെൻ്റ്ലി എൻ്റെ ലൈഫിൽ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആദ്യ കാലങ്ങളിലേക്കാളും. കാരണം ഇതൊക്കെ എൻ്റെ ലൈഫിൽ ആഗ്രഹമുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഞാൻ അതൊക്കെ വേണ്ടെന്ന് വെച്ചു. കാരണം കിട്ടുന്ന എല്ലാം ഞാൻ മക്കൾക്ക് കൊടുത്തും അവർക്ക് വാങ്ങിക്കാനോ അവരെ കൊണ്ടുപോകാനോ അവർക്ക് ഉപയോഗിക്കാനോ എല്ലാം എന്നുള്ള നിലയ്ക്ക് നോക്കിയിട്ട് ഇപ്പം എൻ്റെ തിങ്കിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കും, അത് വേറൊരാൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് കുഴപ്പമില്ല, അത് എൻ്റെ ആവശ്യം ഞാൻ ചെയ്തെടുക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ സ്വിമ്മിങ്ങിന് ചേരുന്നു. പിന്നെ എനിക്ക് എന്തൊക്കെ സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ ചെയ്യുന്നു. അതെനിക്ക് മാത്രമേ ചിലപ്പോൾ പേഴ്സണലി ബെനിഫിറ്റ് ചെയ്യുന്നുള്ളായിരിക്കും. അതുകൊണ്ടെന്താ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നില്ലേ, അത് അവർക്ക് നല്ലതാണ്, അവരത് ചെയ്തോട്ടെ. അപ്പം ഞാൻ പറയും, നമ്മൾ കുറച്ച് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങണം. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൂ, അതായത് മലയാളികൾ മാത്രമേ ഉള്ളൂ ഇതുപോലെ മക്കൾക്ക് വേണ്ടി ചാകാൻ നിൽക്കുന്നത്, അല്ലെ കുടുംബത്തിന് വേണ്ടി. ഞാൻ മക്കളെ മാത്രം പറയുന്നില്ല, ഹസ്ബൻഡായാലും വീട്ടിൽ വേറെ ആരുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഒന്നും ചാകേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ലൈഫ്, ദൈവം നമുക്കൊരു ലൈഫ് തന്നിരിക്കുന്നത് അത് ഫുള്ളി നമ്മൾ ബ്ലൂം ചെയ്യാനായിട്ടാണ്. അതിനകത്ത് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ട്. 1 or 2 കാര്യമല്ല, നമ്മുടെ പേഴ്സണൽ, അതായത് ബൈബിളിൽ തന്നെ പറയുന്നത് എന്തുവാ, 1 താലന്ത് കിട്ടിയവർ എന്ത് ചെയ്തു, 2 കിട്ടിയ എന്താ ചെയ്തു, 5 കിട്ടിയവർ എന്ത് ചെയ്തു. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. കഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. അറ്റ്ലീസ്റ്റ് നമുക്ക് കാണാനെങ്കിലും നമ്മൾ ചെയ്യണം, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനെങ്കിലും നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇന്നൊന്ന് കൂട്ടി നോക്കി, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനിരിക്കുന്നു, ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ചെയ്തിട്ടില്ല. അതൊക്കെ നിങ്ങൾ ഇന്ന് ചെയ്യാൻ തുടങ്ങണം. അപ്പം എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്, ഞാൻ സ്റ്റിച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ട്. കുറച്ച് വീഡിയോ 1-2 വീഡിയോ ഞാൻ ഇട്ടെന്ന് തോന്നുന്നു. അപ്പം അതിനു മുമ്പ് എനിക്ക് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീഡിയോ ഒന്നുമില്ല. ഒരുപാട് ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇഷ്ടമുള്ള ഡ്രസ്സ് കാണുമ്പോൾ ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കും. ഷൂസ് ആയാലും ബാഗായാലും ചെരുപ്പായാലും ഒക്കെ ഞാൻ വാങ്ങിക്കും. എനിക്ക് വേണമെന്ന് ഞാൻ പറയും. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ പൈസ ചോദിച്ച് വാങ്ങിച്ചിട്ട് ഞാൻ വാങ്ങിക്കും. കാരണം അല്ലാതെ നമ്മൾ ഈ ലൈഫിൽ നമ്മളിപ്പം 40 ആയി, 45 ആയി, 50 ആയി, 55 ആയി, 60 ആയി, അപ്പം നമ്മൾ ഏതായി? ഒന്നും ചെയ്തില്ല നമ്മുടെ ലൈഫിൽ. അറ്റ്ലീസ്റ്റ് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു, ഉപയോഗിച്ചു. ഓക്കെ, ഇനിയിപ്പം നമുക്കൊരു ജോലി ചെയ്ത് നമുക്ക് സമ്പാദിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടും പുറത്തൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അതിനൊന്നും ആരുടെയും പെർമിഷനൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി നമ്മൾ മരിക്കരുത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അപ്പം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ തന്നെ ഹാപ്പി ആക്കുക. നമുക്ക് ഹാപ്പി അല്ലേ ചെയ്യണ്ട. കാരണം ആ ഒരു ടൈം കഴിഞ്ഞു. ഇപ്പം ഞാൻ പറട്ടെ, ഇപ്പം എൻ്റെ മൂത്ത മോൻ ഇപ്പോൾ 22 ഇയേഴ്സായി. ഇനിയിപ്പം അല്ലെങ്കിൽ രണ്ടാമത്തെ മോന് 18 ഇയേഴ്സ്. ഇനിയിപ്പോൾ അവരെ പ്ലേസ് ചെയ്ത് അല്ലെ അവരെ എന്താ പറയുക സെർവ് ചെയ്ത് കൊടുത്ത് അവരെ ഹാപ്പി ആക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഇതുവരെ അവർക്ക് ചെയ്ത് കൊടുത്തു. ബാക്കി അതിൽ നിന്ന് അവർ ഗ്രോ ചെയ്ത് വരിക. അല്ല നമ്മൾ മക്കൾ പഠിച്ചു, ജോലി കിട്ടി, പിന്നെ കല്യാണം കഴിച്ചു എന്നാലും നമ്മൾ അവിടെ പുറകെ നടക്കുന്ന അമ്മമാരുണ്ട്. അങ്ങനെ ചെയ്യരുത്. നമുക്കൊരു 40 വയസ്സാകുമ്പോഴേ ആ പരിപാടി അങ്ങ് നിർത്തുക. എന്നിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. പിന്നെ യങ് മദേഴ്സിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ജോലിയുള്ളവരാണ്, ജോലി കളയല്ല. മക്കളെ നോക്കാൻ വേണ്ടി ജോലി കളയല്ല. മക്കളെ നമ്മൾ നോക്കണം. ജോലിയുടെ ടൈം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ നമ്മളിരുന്ന് അവരെ നോക്കണം. ഞാൻ അങ്ങനെ ജോലി കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വിഷമം നന്നായിട്ടുണ്ട്. കാരണം നമുക്കൊരു ഏർണിംഗ് ഇല്ലേ, നമ്മളെങ്ങനെ സ്പെൻഡ് ചെയ്യും അല്ലേ, വേറൊരാടെ നിന്ന് വാങ്ങിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എത്ര സ്ട്രഗിൾ ചെയ്താലും ജോലി കളയരുത്. നമ്മൾ ഒരു പ്രോപ്പർ ഹെൽപ്പിനെ വെച്ചിട്ട്, ഒന്നെങ്കിൽ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ആർക്കെങ്കിലും അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കൊടുത്ത് അവർ നമ്മുടെ കുഞ്ഞിനെ പകൽ നോക്കുന്നു, രാത്രി നമ്മൾ നോക്കുക, നമ്മുടെ കൂടെ കിടത്തി ഉറക്കുക, അവർക്ക് ഫുഡ് കൊടുക്കുക, അവരുടെ നല്ല ഹാബിറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ നമ്മൾ ചെയ്യുക. എന്നും പറഞ്ഞാൽ നമ്മൾ പഠിച്ച് കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത ജോലി നമ്മൾ കളയരുത്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം. അപ്പം ജോലിയുടെ റിലേറ്റഡായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാം. കാരണം എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, ജോലിക്ക് പോയതും വന്നതും, അങ്ങനെ ഒരു കഥയാണത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ 40സിലായെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇനിയെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.